ഹലോ, നമസ്കാരം. അടുക്കളയിൽ ആധി അയയുന്നില്ല. ഹോട്ടൽ മേഖല അതീവ പ്രതിസന്ധിയിലാണ്. ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് രൂക്ഷമാകുന്ന പാചകവാതക പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഇതുൾപ്പെടെ ജനകീയ വിഷയങ്ങളുമായി തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ ഹോട്ടലുകളിലെയും റെസ്റ്റോറന്റുകളിലെയും അടുക്കളകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. പാചകവാതക സിലിണ്ടറുകളുടെ കുറവ് മൂലം ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. കേരളത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണെന്നാണ് വിവരം. ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികളെ മാത്രമല്ല, പച്ചക്കറി, ഇറച്ചി, പലവ്യഞ്ജനം തുടങ്ങിയ വ്യാപാര മേഖലകളെയും പ്രതിസന്ധി ബാധിക്കുമെന്നുറപ്പാണ്. കാണാം ജെ ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തീൻമേശയ്ക്ക് തീ പിടിക്കുമ്പോൾ ഹോട്ടലുകളെ അവശ്യ സർവീസായി കണക്കാക്കാത്തതിനാൽ ഹോട്ടലുകളിലേക്കുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ഹോട്ടലുകൾക്ക് വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യേണ്ടതില്ലെന്ന് പെട്രോളിയം കമ്പനികൾ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതോടെ സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ അടച്ചു. കേരളത്തിൽ ഏകദേശം 2 ലക്ഷം വാണിജ്യ സിലിണ്ടർ ഉപയോക്താക്കളാണ് ഉള്ളത്. ദിവസേന 10 മുതൽ 25 വരെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ പലതും വിഭവങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. പാചകത്തിനായി കൂടുതൽ ഇന്ധനം വേണ്ടി വരുന്നതിനാൽ ഊണ് നൽകുന്നത് പല ഹോട്ടലുകളും നിർത്തിവെച്ചു. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഗ്യാസ് കിട്ടാതെ വളരെ പ്രതിസന്ധി തന്നെയാണ്. കാരണം നമുക്ക് വിറകടുപ്പിനുള്ള സൗകര്യമില്ല. സ്ഥല സൗകര്യം, പ്രത്യേകിച്ച് ഈ ടൗണിൽ ഉള്ള പ്രശ്നങ്ങൾ, സ്ഥലപരിമിതി പോരാത്തതിന് ഇപ്പോൾ വിറകടുപ്പാക്കിയാൽ തന്നെ പഴയമാതിരി ജോലിക്കാരെ കിട്ടാനില്ല. പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഉപ്പുമാവ്, കഞ്ഞി, തട്ടുദോശ പോലുള്ള വിഭവങ്ങൾ ഒരുമിച്ചുണ്ടാക്കി വെച്ച ശേഷം ചൂടാക്കി നൽകാനാണ് പല ഹോട്ടലുകളും തീരുമാനിച്ചിട്ടുള്ളത്. ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരം അപ്പപ്പോൾ തയ്യാറാക്കുന്ന ചൈനീസ് വിഭവങ്ങൾ പല ഹോട്ടലുകളും ഒഴിവാക്കി കഴിഞ്ഞു. എന്നാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വിറകടുപ്പുകൾ ഹോട്ടലുകളിൽ അനുവദനീയമല്ലെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത്. ചില ഹോട്ടലുകളാകട്ടെ തീ നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലുള്ള വിറകടുപ്പുകളിലേക്ക് മാറുന്നതായും റിപ്പോർട്ടുണ്ട്. പുതിയ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള വിറകടുപ്പിലേക്കും വൈദ്യുത പാചക ഉപകരണങ്ങളിലേക്കും അടിയന്തരമായി മാറുന്നത് ഹോട്ടലുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ടാക്കും. പല ഹോട്ടലുകളും താത്കാലികമായി അടയ്ക്കുന്നതിന് ഇതിനിടയാക്കും. ഇത് ഹോട്ടൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കും. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നതോടെ പച്ചക്കറി, ഇറച്ചി, പലവ്യഞ്ജന വ്യാപാര മേഖലയിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഞങ്ങൾക്കിപ്പോൾ നിലവിലെ അവസ്ഥ ഫുഡ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഗ്യാസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗ്യാസ് തീരുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കുട്ടികൾ അതിനോട് സഹകരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. കാരണം ഞങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. വീട് നാടും വിട്ട് ഞങ്ങൾ നിൽക്കണം. ഞങ്ങളെ വീട് തന്നെയാണിത്. ഞങ്ങൾക്ക് അതിനൊരു കൊച്ചിയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു വിറകടുപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇന്ത്യയുടെ പാചകവാതക ഉപഭോഗത്തിന്റെ 67% ഇറക്കുമതിയിലൂടെയാണ്. ഇതിൽ 90% മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. പാചകവാതകം മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. LPG ഉത്പാദനശേഷിയുടെ പരമാവധി വിനിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. റിഫൈനറികൾ പൂർണ്ണതോതിലോ അധിക സമയമോ പ്രവർത്തിച്ചു തുടങ്ങി. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ ശേഷം ഒരു ക്രൂഡ് ഓയിൽ കപ്പൽ ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. പാചകവാതക ഉത്പാദനം 25% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഭൂരിഭാഗം ഐറ്റംസ് കുറച്ച് മാത്രം, അതായത് ജനങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം, അങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാക്കി മാറ്റിയിട്ടുള്ളത്. ഊണൊക്കെ നിർത്തിയിട്ടുള്ളത്. ഊണെല്ലാം ഗ്യാസ് കൂടുതൽ വേണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകില്ല. എത്ര കാലം ഓടുമെന്ന് പറയാൻ പറ്റില്ല. 1-2 ദിവസത്തേക്കുള്ളത് ഉണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലിന് പുറമെ LNGയും ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. റഷ്യയിൽ നിന്ന് 23 വർഷത്തേക്ക് LNG വാങ്ങാൻ ഗെയിലുമായി കരാറുള്ളതിനാൽ പാചകവാതക കപ്പലുകൾ റഷ്യയിൽ നിന്ന് വൈകാതെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും.
ഇതിനു പുറമെ കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും LNG വാങ്ങുന്നത് ഇന്ത്യ പരിഗണിച്ചു വരികയാണ്. എങ്കിലും 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഹോട്ടൽ മേഖല പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത്. ഇത് വലിയ പ്രതിസന്ധികൾക്കിടയാക്കും. ഹോട്ടൽ അടച്ചിട്ടാലും ഹോട്ടൽ തൊഴിലാളികൾക്ക് ശമ്പളവും ഭക്ഷണവും നൽകി നിലനിർത്താൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരാകും. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ബംഗാൾ, അസം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതിനാൽ നിലവിലുള്ളവരെ പിടിച്ചു നിർത്തിയേ തീരൂ. ഓരോ പ്രദേശത്തെയും ഹോട്ടൽ ഉടമകൾ പരസ്പരം സഹകരിച്ച് പൊതുസ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്ത് സമീപ ഹോട്ടലുകളിൽ വിതരണം ചെയ്യാനുള്ള സാധ്യത അസോസിയേഷൻ പരിശോധിച്ചു വരികയാണ്. കടങ്ങളെല്ലാം ഉണ്ട്, ലോണൊക്കെ അടച്ചു തരാനുള്ളതാ. അതെല്ലാം പെൻഡിങ് ആയ ഭയങ്കര പാടല്ലേ. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുമായിരുന്നു. നമുക്ക് ഗ്യാസ് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ സ്റ്റാഫൊക്കെ, അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് കഴിയുന്ന ആൾക്കാരല്ലേ, 5 കുടുംബം കഴിയുന്നതാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ സ്റ്റോക്ക് തൃപ്തികരമാണെന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പറയുന്നത്. എന്നാൽ ബുക്കിംഗിൽ തടസ്സം നേരിടുന്നുണ്ടെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം മുടങ്ങരുതെന്നും വിറകടുപ്പുകളിൽ പാകം ചെയ്യണമെന്നും പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പല സ്കൂളുകളിലും 1-2 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള പാചകവാതകം മാത്രമേ ബാക്കിയുള്ളൂ. പാചകത്തിനായി വിറകടുപ്പുകൾ ഉപയോഗിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ താത്കാലികമായി അനുവാദം നൽകിയിട്ടുണ്ട്. എന്തായാലും പാചകവാതക പ്രതിസന്ധി നീളുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് സംസ്ഥാനത്തെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് 24. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ഇനി. നഗരപ്രദേശങ്ങളിൽ ഈ LPG ബുക്കിങ്ങിനുള്ള ഇടവേള 25 ദിവസമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ LPG ബുക്കിംഗ് കാലയളവ് 45 ദിവസമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ വാങ്ങി രണ്ടാമത്തേത് ലഭിക്കാൻ ഇനി 45 ദിവസം കാത്തിരിക്കണം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ ചേരുന്നു. അർജുൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, അല്പം മുൻപാണ് ഡൽഹിയിൽ മന്ത്രിതല വാർത്താ സമ്മേളനം, അതായത് എല്ലാ മന്ത്രാലയങ്ങളുടെയും സംയുക്തമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം നടന്നത്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ നിലവിൽ ഇന്ത്യയിൽ നേരിടുന്ന ഇന്ധന അതുപോലെ തന്നെ വാതക പ്രതിസന്ധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയത്. അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഒരു സിലിണ്ടർ വാങ്ങി അടുത്ത സിലിണ്ടർ വാങ്ങുന്നതിനിടയിലുള്ള കാലയളവ് 45 ദിവസമാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യം ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുജാത ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ അത് 25 ദിവസമായി തന്നെ തുടരും. കഴിഞ്ഞ ആഴ്ച 21 എന്നുള്ളത് 25 വർദ്ധിപ്പിച്ചിരുന്നു. അതേ നടപടി തന്നെ ഇപ്പോഴും തുടരുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ വലിയ തോതിലൊരു പ്രശ്നം നേരിടുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആളുകൾ പരിഭ്രാന്തി മൂലം നിരവധി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ബുക്കിംഗ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ക്ഷാമമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഔട്ട്ലെറ്റുകളിൽ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഈ സ്റ്റോക്ക് തീരുന്നൊരു അവസ്ഥ എന്തായാലും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 60% LPG അത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്, ഇറക്കുമതിയിൽ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതിൽ തന്നെ 90% ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഇന്ത്യയെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ആളുകൾക്ക് മുൻഗണന നൽകി, പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ ആശുപത്രികൾക്ക് പുറമെ സ്കൂളുകൾ, മറ്റ് ഹോസ്റ്റലുകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻഗണന നൽകി ഈ LPG ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ആളുകൾ പരിഭ്രാന്തിയിൽ കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഇന്ത്യ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്കിംഗ് കാലയളവിലെ കാലതാമസം അത് ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ദിലീപ് കുമാർ, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അർജുൻ പീതാംബരൻ. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചന്ദ്രൻ P പറയുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന കോഴിക്കോട്ടെ ഒരു റിസോർട്ടിൽ ഞങ്ങൾ വിറകടുപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. സുജേഷ് നന്നങ്ങാടി പറയുന്നു, ഇനി കുറച്ചു കാലം നല്ല ഫുഡ് കഴിച്ച് ശീലിക്കട്ടെ, വീട്ടിലൂണ് എന്ന്. വീട്ടിലൂണ് എന്ന പേരിൽ തന്നെ ഇപ്പോൾ നിരവധി ഹോട്ടലുകൾ ഈ ദേശീയപാതയുടെയൊക്കെ ഓരങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട് എന്ന കാര്യം
സുജേഷ് നന്നങ്ങാടി ശ്രദ്ധിക്കേണ്ടതാണ്. രവികുമാർ പറയുന്നു, ഇപ്പോൾ തന്നെ പല ഹോട്ടലുകളിലും കുറച്ചു സാധനങ്ങൾ മാത്രമേ പാചകം ചെയ്യുന്നുള്ളൂ, വീട്ടിലേക്കുള്ള ഗ്യാസ് ബുക്ക് ചെയ്തത് കിട്ടാനും ബുദ്ധിമുട്ടാണ് എന്ന്. ഏതായാലും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട് പരിഭ്രാന്തി വേണ്ട എന്ന്. മറുവശത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ നിയന്ത്രണം അത് തുടരുകയാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്നതിലേക്കാണ് കാര്യങ്ങളിപ്പോൾ എത്തുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. ബസ് വരുന്നത് 8 വർഷം വരെ കാത്തിരുന്നവർ ഉണ്ടാകുമോ? മലമ്പുഴ നിവാസികളുടെ കാത്തിരിപ്പിന് അത്രത്തോളം ദൈർഘ്യമുണ്ട്. 8 വർഷം മുമ്പ് മലമ്പുഴയിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് പോലും കയറാറില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മലമ്പുഴയുടെ അവസ്ഥയാണിത്. കാണാം, ഷാരിഖ് നവാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാത്തിരുന്ന് കാലവും കടന്നുപോയി. ഈ കാണുന്നത് ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിടമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നേ വരെ ഒരു ബസ് പോലും കയറാത്ത ഒരു ബസ് സ്റ്റാൻഡ്. ഇതിന്റെ ദയനീയാവസ്ഥയുടെ കഥ കാണാം. മെയ് 4 അന്നത്തെ പ്രതിപക്ഷ നേതാവും സ്ഥലം MLA-യുമായ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. റോക്ക് ഗാർഡന് മുന്നിലായി ജലസേചന വകുപ്പ് 1,45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ഉദ്ഘാടനം ചെയ്ത ശേഷം VS അച്യുതാനന്ദൻ ഇങ്ങനെ പറഞ്ഞിരുന്നു: ബസ് സ്റ്റാൻഡ് നന്നായി നടത്തിക്കൊണ്ടുപോകാൻ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കണം. പക്ഷേ അതൊന്നും പഞ്ചായത്ത് കാര്യമായി എടുത്തില്ല എന്നാണ് പിന്നീടുള്ള നാളുകളിൽ മലമ്പുഴ നിവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും മനസ്സിലായത്. ബസ് സ്റ്റാൻഡ് കെട്ടിയത് പ്രത്യേകിച്ച് ആർക്കും ഉപകാരപ്പെടുന്നവർ കാണുന്നില്ല. അവിടെ ഒരാളെയും കാണുന്നില്ല. അത് മൊത്തത്തിൽ കാട് കയറി കിടക്കുകയാണ്. 2-3 പ്രാവശ്യം അച്യുതനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഴയ ബസ് സ്റ്റാൻഡിലൂടെ തന്നെ ബസ് ഒന്ന് കയറി പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ബസ് പാർക്കിംഗ് ചെയ്യണ്ട, ഇവിടെ ഒന്ന് ആകെ ഇറക്കിയിട്ട് ഇവിടെ കയറ്റാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ആരും ശ്രദ്ധപ്പെട്ടില്ല, ആരും ചെയ്തിട്ടുമില്ല അതുവരെ. ഉപയോഗിക്കാതെ കിടക്കുന്ന മലമ്പുഴ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒട്ടേറെ സമരങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഉദ്യാനത്തിന് മുന്നിലിട്ടാണ് ബസ്സുകൾ തിരിക്കുന്നത്. ഇത് ഒട്ടേറെ അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. ആകെപ്പോൾ അതിനുകൊണ്ട് ഉപകാരം എന്ന് പറയാൻ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭ നടത്തും, അതിനുള്ളൂ. പിന്നെ നായ്ക്കൾക്ക് സുഖമായി കിടന്നുറങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നാണക്കാടാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ബസ്സാണ്. കേരളത്തിലെ ആദ്യത്തെ ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. സ്റ്റാൻഡിന്റെ ചുറ്റുപാടും കാട് കയറി ഇവിടെ തെരുവ് നായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ഇഴജന്തുക്കളുടെയും വാസസ്ഥലമായി. യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാൻ സ്ഥാപിച്ച പ്ലാറ്റ്ഫോമും പൊട്ടിപ്പൊളിഞ്ഞു, ഇരിപ്പിടങ്ങളും തകർന്നു. സ്റ്റാൻഡിനകത്തെ 2 കടമുറികളുടെ ഷട്ടറും തുരുമ്പെടുത്തു നശിച്ചു. കാട് കയറിയും കെട്ടിടം ദ്രവിച്ചും ഇരുമ്പ് തുരുമ്പെടുത്തും ഈ ബസ് സ്റ്റാൻഡ് നശിച്ചു പോവുകയാണ്. അധികൃതർ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം ഇതൊരു പ്രേതപ്പറമ്പായി തന്നെ കിടക്കും. മലമ്പുഴയിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മളിനി നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ പൂത്തറ ഭജനമഠം വണ്ണാത്തിപ്പൊയിൽ റോഡിൽ പൂത്തറക്കുനി തോടിന് പാലം പണിതെങ്കിലും അപ്രോച്ച് റോഡ് ഇല്ലാത്തതോടെ നാട്ടുകാർക്ക് ഉപകാരമില്ലെന്ന് പരാതി. 13 വർഷം മുമ്പാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കായക്കൊടി പഞ്ചായത്ത് പാലം പണി പൂർത്തിയാക്കിയത്. എന്നാൽ അപ്രോച്ച് റോഡ് പണിയാൻ ഫണ്ട് വകയിരുത്തിയില്ല. കാണാം, അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വഴിയിലെത്താൻ വഴിയെന്ത്? സഞ്ചാര സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യന്റെയും അവകാശങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്രോച്ച് റോഡ് ഇല്ലാത്തതുകൊണ്ട് ദുരിതത്തിലായ ഒരു ജനതയുടെ ബുദ്ധിമുട്ടാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. വണ്ണാത്തിപ്പൊയിൽ സ്കൂളിലേക്ക് പോകുവാൻ വേണ്ടി എല്ലാവർക്കും കുട്ടികൾക്കും വലിയ ആളുകളും വില വിഷമെത്തിച്ചാണ് ഇപ്പോൾ പോകുന്നത്. അതിന് വേണ്ടപ്പെട്ട ഒരു നടപടി ഇതുവരെ ആയിട്ടും ഇവിടെ പാർട്ടിക്കാരിൽ നിന്നോ മറ്റുള്ള ആൾക്കാരിൽ നിന്നോ ഒരു MLA MP ആയിട്ടും ഇതുവരെയും ഒന്നും ചെയ്തു കിട്ടിയിട്ടില്ല. പാലം പണിതെങ്കിലും അപ്രോച്ച് റോഡില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ ജനത. 13 വർഷം മുൻപാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കായക്കൊടി പഞ്ചായത്ത് പാലം പണി പൂർത്തിയാക്കിയത്. എന്നാൽ അപ്രോച്ച് റോഡ് പണിയാൻ ഫണ്ട് വകയിരുത്തിയില്ല. ഇത് കാരണം ലക്ഷങ്ങൾ മുടക്കിയ പാലം ആർക്കും ഉപകാരമില്ലാതെ കിടക്കുന്നു. ഈ പൂത്തറ റോഡും
ആ വണ്ണാത്തിപ്പേൽ റോഡും പോകുന്ന ഒരു കണ്ണിയാണിത്. സ്കൂള്, പിന്നെ പോസ്റ്റ് ഓഫീസ്, പിന്നെ റേഷൻ പിടിയ, ഇതിനൊക്കെ ഇവിടെ ഈ ഉത്തരഭാഗത്തുള്ള ആൾക്കാർക്ക് പോയി വന്ന് വരാനുള്ളൊരു എളുപ്പ വഴിയായിരുന്നു. പക്ഷെ അതങ്ങനെയുണ്ട്. ഇപ്പം അതിന് പകരം അപ്പുറം അത് എന്തായാലും രാഷ്ട്രീയ ഇതുകൊണ്ടോന്നും അറിയില്ല. മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ പാലത്തിന് അപ്രോച്ച് റോഡ് പണിയാൻ ഫണ്ട് അനുവദിച്ചില്ല എന്നാണ് പരാതി. അശാസ്ത്രീയമായി വളരെ ഉയരത്തിലാണ് പാലം പണിതതെന്നും നാട്ടുകാർ പറയുന്നു. ഇത് കാരണം ഇരുഭാഗത്തും അപ്രോച്ച് റോഡ് പണിയണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടിവരും. രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ വളരെ എളുപ്പത്തിൽ യോജിപ്പിക്കാൻ പറ്റുന്ന വളരെ സൗകര്യമുള്ള ഒരു റോഡാണിത്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോവാണ്. ഇപ്പോൾ ഇനി ഏകദേശം രണ്ട് സൈഡും കൂടി മുട്ടിക്കാനുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരമാകുന്ന ഒരു സംഭവമായിരിക്കും. പൂന്തറ പ്രദേശത്തുള്ളവർക്ക് വണ്ണാത്തിപ്പൊയിലെത്താനുള്ള എളുപ്പ വഴിയാണിത്. ജനകീയ കൂട്ടായ്മയിലാണ് ഇതുവഴി മൺ റോഡ് നിർമ്മിച്ചത്. എന്നാൽ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിച്ചില്ല. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കസേരയിൽ എടുത്തുകൊണ്ടു പോകേണ്ട അവസ്ഥയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രായമുള്ള അച്ഛന് പിന്നെ അച്ഛനെന്തോ കാണിക്കാനോ എന്തിനോ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ അച്ഛനെ ഇവിടുന്ന് എടുത്തിട്ട് ഇറക്കി പോകുന്നത്. ഇപ്പം നടക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിച്ചിട്ട് പിന്നെ ഈ റോഡൊന്ന് ആക്കി തന്നാൽ ഞങ്ങൾക്ക് ഉപകാരമായിരിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് പോകുന്നത്. മഴക്കാലത്തിന് മുൻപേ MP MLA ഫണ്ട് ഉപയോഗിച്ചെങ്കിലും പാലത്തിന് അപ്രോച്ച് റോഡ് പണിയാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപെങ്കിലും തങ്ങളുടെ ന്യായമായ ഈ ആവശ്യം പരിഹരിക്കണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വസന്തകുമാരി പറയുന്നു, ഇനി അപ്രോച്ച് റോഡ് വരുമ്പോഴേക്കും പാലം വീണ്ടും പണിയാനാകും. ഉപകാരപ്രദമായി ചെയ്തൂടെ ഇതൊക്കെ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഷിജിൽ പി ഹോങ്കോങ് പറയുന്നു, ഉദ്യോഗസ്ഥർക്ക് അക്കൗണ്ടബിലിറ്റി വേണം. ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആരോട് പറയാൻ എന്ന കാര്യം. ഇങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഈ പാലവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. നാട്ടുകാർ ആവശ്യപ്പെട്ടു, പാലം പണിതു. പക്ഷേ നാട്ടുകാർക്ക് ആ പാലം കയറണമെങ്കിൽ, പാലത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് റോഡില്ലാതെയാണ് ഈ പാലം പണിതത്. അതുകൊണ്ട് പാലം വർഷങ്ങളായി അവിടെ ഒരു സ്മാരകം പോലെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ അവിടെ ഈ പാലം പണിത് നാട്ടുകാർക്കത് ഉപകാരപ്രദമാകുന്ന നിലയിൽ അത് ഉപയോഗയോഗ്യമാക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പൊതുജനം കഴുതയല്ല സാർ തുടരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം വാമനപുരം കണിച്ചോട് 1 വയസ്സുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ കസ്റ്റഡിയിൽ. കുഞ്ഞിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തി ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഈ മിനിറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. അതായത് വാമനപുരത്തായിരുന്നു ഈ 1 വയസ്സും 1 മാസവും പ്രായമുള്ള കുഞ്ഞിന്റെ മരണം അല്പസമയം മുൻപ് സംഭവിച്ചത്. അതായത് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അമ്മൂമ്മയാണ് തൊഴിലുറപ്പ് പണിക്ക് പോയ ശേഷം തിരികെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ പായയിൽ നിലത്ത് കിടക്കുന്നത് കണ്ടത്. കുഞ്ഞിന് ചലനമില്ലായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുട്ടിയെ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതായിരുന്നു ആശുപത്രി അധികൃതരുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് ഈ വീട്ടിലേക്ക് അടക്കമെത്തിയപ്പോൾ പരിശോധന നടത്തുകയാണ്. ഈ വാമനപുരം സ്വദേശികളായിട്ടുള്ള അശ്വതി സുഭാഷ് ദമ്പതികളുടെ മകൾ പവിത്രയായിരുന്നു മരിച്ചത്. ഇതിലിപ്പോൾ അമ്മ അശ്വതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. കുഞ്ഞിന്റെ കഴുത്തിൽ പാടുകളുണ്ട്, മാത്രമല്ല ചുണ്ടിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്. ഇത് എങ്ങനെ ഈ സാഹചര്യത്തിൽ ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രവുമല്ല അമ്മ നൽകിയ മൊഴികളിലടക്കം ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം അതിന്റെ ഒരു വിലയിരുത്തലിലേക്ക് എത്തും. അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദിലീപ് കുമാർ. തിരുവനന്തപുരം വാമനപുരം കണിച്ചോട് 1 വയസ്സുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ കസ്റ്റഡിയിൽ. അമ്മയെ ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. വയനാട് കുന്നംപറ്റയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വീടുകൾക്കായി കോൺഗ്രസ് കൊട്ടിഘോഷിച്ച് നടത്തിയ തറക്കല്ലിടൽ മഹാമഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഏറെയായി. എന്നാൽ വീടുകൾക്കായി ഏറ്റെടുത്ത ഭൂമിയിലിട്ട കല്ലുകൾക്ക് ഇനിയും അനക്കം വെച്ചിട്ടില്ല. കാണാം കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട്. മോക്ഷം കാത്ത് കല്ലുകൾ.
വയനാടിന് രാഹുൽ ഗാന്ധിയുടെ കരുതലായ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. താമസിയാതെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ ജോലികളുമായി മുന്നോട്ട് പോകും. ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള അവകാശവാദമൊന്നുമല്ല, മറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസും UDFും രാഹുൽ ഗാന്ധിയും നൽകുന്ന ആ മാനസികമായ ഉറപ്പിൻ്റെ സ്ഥിരീകരണമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റ ഏകാന്തതയുടെ അപാരതീരം പോലെ നീണ്ടുകിടക്കുന്ന കോൺഗ്രസ് ഭൂമി. ഇവിടെ 100 വീടുകൾ പണിയുമെന്നതാണ് വാഗ്ദാനം. അതിന് നിർമ്മാണത്തിന് വേണ്ടി മണ്ണനക്കിയോ എന്ന ചോദ്യവുമുണ്ട്. ഒന്ന്, രണ്ട്, 3. പക്ഷെ തറക്കല്ല് മാത്രം കാണുന്നില്ല. എന്തായാലും എന്താ, കല്ലിട്ടില്ലേ? ഞങ്ങൾ തറക്കല്ലല്ലേ ഇടുന്നത്, ഞങ്ങൾ വീടും കൊടുത്തില്ലല്ലോ. ഞങ്ങൾ തറക്കല്ലല്ലേ, തറക്കല്ലിടുന്നു. തറക്കല്ലിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ. കാരണം എല്ലാ സ്ഥലത്തും തറക്കല്ലിട്ട് പോകാന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ തീരുമാനം. പിന്നീട് അതിന്റെ മുകളിൽ കാട് പിടിച്ച് പോകാന്നുള്ളത് വയനാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഇനി മാറ്റം വരില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. വയനാട്ടിൽ ടൗൺഷിപ്പുകൾ പണിതുയർത്തുന്നതിൽ പിന്നിലാണ് കോൺഗ്രസ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് വാക്കുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് പണിതുയർത്തിയ ഭവനങ്ങൾ മത്സരബുദ്ധിയോടെയാണ് കോൺഗ്രസ് കാണുന്നതെന്ന് വയനാട് MP മുമ്പ് പറഞ്ഞിരുന്നു. IUML has also, I think today is their function, has also built. So it's a collective effort, and I would commend everybody, all political parties, government, everybody for making this effort and for making all this possible. പ്രിയങ്ക ഗാന്ധി ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് രാഷ്ട്രീയ ആരോപണം. പ്രിയങ്ക ഗാന്ധി പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാർ ലീഗിനെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് അറിയാമായിരുന്നു ഇത് കോൺഗ്രസ്സുകാർ വൈകിപ്പിക്കും, അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ വേദിയിൽ വെച്ച് അത് ഉൾക്കൊണ്ടിട്ട് പോലും കോൺഗ്രസ്സുകാർ ഇത് തുടങ്ങാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. സർക്കാർ പട്ടികയിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ട നിരവധി പേർ പ്രതീക്ഷയോടെ ഇന്നും ഈ ഭൂമിയിൽ കോൺഗ്രസിന്റെ ചലനങ്ങൾക്കായി കാത്തിരിക്കുന്നു. എല്ലാവരും ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. വരുന്ന തന്നെ ഇപ്പോൾ എല്ലാവരും പല ഭാഗത്തുള്ളവരും അതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ഈ വാർത്തയിൽ മാധ്യമങ്ങൾ കൂടെ കേൾക്കണത് മാത്രമേ കേട്ടിട്ടുള്ളൂ. കാരണം ഒന്നും ആയിട്ടില്ല. അവർ പഞ്ചായത്തിലൊക്കെ പോയി അതിൻ്റെ രേഖ നോക്കിയാണ് വീട് കെട്ടാനുള്ള എന്തെങ്കിലും പരിപാടി കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ അവർ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരാ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞങ്ങൾ സാങ്കേതിക ചില ബുദ്ധിമുട്ട് കൊണ്ട് സർക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തറക്കല്ലിട്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ നേരം വരെ അതിനെക്കുറിച്ചൊരു കാര്യങ്ങളൊന്നും ഇതുവരെ ആരും പറയുന്നത് കേട്ടില്ല. ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ അതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഭവന പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ 100 നാക്കുണ്ടായിരുന്നവർക്കൊക്കെ ഇപ്പോൾ മിണ്ടാട്ടവുമില്ല, ഉരിയാട്ടവുമില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, വിശദീകരണം അങ്ങ് KPCC-ന്ന് തരും. എന്തായാലും പൊതുജനം കഴുതയല്ലല്ലോ സാർ. ക്യാമറമാൻ മനു ദാമോദരനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാന സർക്കാരിൻ്റെ ടൗൺഷിപ്പായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വീടുകളായി, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ ഓഫ് കേരളയുടെ വീടുകളായി, നിരവധി സന്നദ്ധ സംഘടനകൾ വാഗ്ദാനം ചെയ്ത വീടുകളുമായി. പക്ഷേ കോൺഗ്രസിൻ്റെ വീടുകൾ ഇപ്പോഴും അവിടെ അന്നിട്ടുപോയ ശിലയിൽ മാത്രം ഒതുങ്ങുകയാണ്. ഇതുവരെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലമാണ്. കോൺഗ്രസ് നേതാക്കൾ വെട്ടിലാകാതെ ഈ നിലയിലുള്ള അവരുടെ ഈ പ്രവർത്തനം, അത് നടപ്പാക്കുമെന്ന് പറഞ്ഞ പ്രവർത്തനം അത് പൂർത്തീകരിക്കുക എന്നതാണ് നേതാക്കൾ ചെയ്യേണ്ട മാതൃക. പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24-ൻ്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ചേരുന്നു KR ഗോപികൃഷ്ണൻ. ഓവർ ടു ഗോപികൃഷ്ണൻ.